ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോഡസില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കളക്റ്റബിൾ മോഡൽസ് ഉണ്ട്. ഒന്ന് നിസാൻ സ്കൈലൈൻ GT-Rഉം ഒന്നൊരു മെഴ്സിഡസ് ബെൻസ് AMG GT3. ഇത് രണ്ടും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 7 മാസമായി ഞാൻ ഈ രണ്ട് വണ്ടികൾ മേടിച്ച് വെച്ചിട്ട്. ഇതുവരെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഇയർ എൻഡിങ്ങിന് മുമ്പ് തന്നെ ഇത് അൺബോക്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ നിസാൻ സ്കൈലൈൻ GT-R BNR 34. ഈ ഹോട്ട് വീൽസിൻ്റെ 1:43 സ്കെയിലൊക്കെ വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ്. അണ്ടർ ബോഡിയൊക്കെ കണ്ടില്ലേ, എന്താ ഒരു കറക്റ്റ് ഡീറ്റെയിലിങ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബേസ് കളക്ഷൻ മോഡൽസ് പോലെയല്ല, ആ കളക്റ്റബിൾ മോഡൽസ് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിരിക്കും. എല്ലാം നല്ല പ്രോപ്പറായിട്ടാണ് കൊടുത്തത്. പ്രീമിയം മോഡൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതിനകത്ത് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ മെറ്റീരിയലൊക്കെ വ്യത്യാസമുണ്ട്. ഒരു റബ്ബർ ഫിനിഷിംഗ് ഒക്കെ വരുന്ന ടയറാണ്. ഇതാണ് സംഭവം, കൊള്ളാം. നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ പിള്ളേർ കൊണ്ടുവരുന്ന പോലെ ഓടിച്ചു നടക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മെഴ്സിഡസ് AMG GT3. ടോട്ടൽ 21 കാർസാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2023 തൊട്ട് 2025 വരെ ഈ റിയൽ റൈഡേഴ്സ് കാറ്റഗറിയിൽ. അതിൽ ഈ സെയിം കാർസ് തന്നെ 3 വർഷം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ AMG എങ്ങനെയുണ്ട് നോക്കാം. ഇതും അതിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ. ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എന്ത് പെർഫെക്റ്റായിട്ടാണ് കൊടുത്തേക്കണേ. സത്യം ഒരു കേക്ക് പീസൊക്കെ കയ്യിൽ പിടിച്ചേക്കണ പോലെയുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ കുഞ്ഞിൽ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ട് കൊണ്ടു നടക്കില്ല നമ്മൾ കയ്യിലിപ്പോഴും, അതുപോലെ കൊണ്ടു നടക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ കാർ. ഇതിൻ്റെ കാര്യത്തിലും സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല മെറ്റൽ ബോഡിയാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടയറിൻ്റെ ആ ഒരു മെറ്റീരിയലും വ്യത്യാസമുണ്ട്. നല്ല പിറല്ലിയുടെ നല്ല അടിപൊളി ടയറാണ്. പക്ഷേ അണ്ടർ ബോഡിയിൽ അത്ര ഒരു ഫിനിഷിംഗ് ഇല്ല ആ സ്കൈലൈൻ്റെ ഉള്ള പോലെ. സ്കൈലൈനിൽ നിങ്ങൾ കണ്ടതില്ല, ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെയില്ല. ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസിൽ നമ്മുടെ ബ്രാൻഡ് നിസാൻ സ്കൈലൈൻ കിട്ടാണ്ട് വന്നിട്ട് അവസാനമാണ് ഞാൻ ഈ ഒരു മോഡലിലേക്ക് എത്തിയത്. എനിക്ക് ഈ വണ്ടി ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ 1:64 റേഷ്യോയിൽ വരുന്ന കാർസായിട്ടുള്ള സൈസ് ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ രണ്ട് വണ്ടികളും തിരിച്ച് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം.